അങ്ങനെ മൂകാംബിക ദർശനം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വർഷത്തെ അമ്മയുടെ ജന്മാഷ്ടമിക്കും അതേപോലെ എൻ്റെ ജന്മാഷ്ടമിക്കും അമ്മയുടെ അടുത്ത് ഉണ്ടാവാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ അതൊരു മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഇതേപോലെ എല്ലാ വർഷങ്ങളിലും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എനിക്ക് നിങ്ങളോട് എല്ലാവരോടും ഒന്നേ പറയാനുള്ളൂ, ഇനിയും അമ്മയുടെ അടുത്ത് എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ലാത്തവർ ഉറപ്പായിട്ടും എത്തിപ്പെടുക. നിങ്ങളൊന്ന് ആഗ്രഹിക്കുകയേ വേണ്ടൂ, ബാക്കി അമ്മ വിളിച്ചോളും. അതാണ് എൻ്റെ അനുഭവത്തിലൂടെ എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ ഒരു അമ്മയുടെ സ്നേഹം, ആ ഒരു വാത്സല്യം, അത് അമ്മയുടെ മുന്നിൽ തന്നെ വന്നാലേ നമ്മൾ മനസ്സിലാക്കുകയുള്ളൂ. ഒരു പ്രാവശ്യം അമ്മയിൽ എത്തിപ്പെട്ടാൽ പിന്നെ അമ്മയുടെ അടുത്ത് എത്തിപ്പെടാനേ തോന്നിക്കൊണ്ടേയിരിക്കും. അതാണ് അമ്മയുടെ ആ ഒരു ശക്തി എന്ന് പറയുന്നത്. എന്തായാലും ആ ഒരു ഭാഗ്യം ഇതുവരെ വരാത്ത മക്കൾക്ക് ലഭിക്കട്ടെ എന്ന് അമ്മ ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. അമ്മയെ ശബ്ദബ്രഹ്മമയായിട്ടും പരാൽപരമായിട്ടും ഒക്കെ അമ്മയെ നമുക്ക് വർണ്ണിക്കാൻ സാധിക്കും. ആ വർണ്ണനയും ആ സ്നേഹവും എല്ലാം അനുഭവിക്കണമെങ്കിൽ ഉറപ്പായിട്ടും ഈ മണ്ണിൽ തന്നെ എത്തുക. ശബ്ദബ്രഹ്മമയി ചരാചരമയി ജ്യോതിർമയി വാഗ്മയി നിത്യാനന്ദമയി നിരഞ്ജനമയി തത്വന്മയി ചിന്മയി തത്വാതീതമയി മായാമയി ശ്രീമയി സർവൈശ്വര്യമയി പരാൽപരമയി മാം പാഹി മൂകാംബികേ, മാം പാഹി മൂകാംബികേ, മാം പാഹി മൂകാംബികേ. എത്ര പാടാത്തവനും പാടും അമ്മയുടെ മുന്നിൽ, ആ ഒരു സ്നേഹവാത്സ്യത്തിൻ്റെ മുന്നിൽ. അതുകൊണ്ട് എത്ര വർണ്ണിച്ചാലും മതിയാവില്ല. തിരിച്ച് പോരുന്ന ആ ഒരു സമയത്ത് അമ്മയുടെ നടയിൽ നിന്നിട്ട് നമ്മൾ പറയും, എത്രയും പെട്ടെന്ന് അമ്മയുടെ അടുത്ത് ഞങ്ങൾ എത്തിച്ചേക്കണേന്ന് നമ്മൾ പ്രാർത്ഥിക്കും. ആ ഒരു പ്രാർത്ഥനയോടെ തന്നെ അമ്മ തിരിച്ചു പോവുകയാണ്. എല്ലാവർക്കും ഓം നമഃ ശിവായ. എല്ലാവർക്കും ഓം നമഃ ശിവായ.